ഇതാണ് ഓന്ത് നിറം മാറുന്നേക്കാൾ സ്പീഡിലാണ് UK ക്ലൈമറ്റ് മാറുന്നത്. പുറമേ നിന്ന് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും തണുപ്പത്ത് എല്ലാവരും എൻജോയ് ചെയ്യുകയെന്ന്. അല്ലട്ടോ, അത് കണ്ടോ ഐസായി തുടങ്ങി. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഒരു കുഞ്ഞൻ ഡ്രോണുമായിട്ടാണ്. ഞാൻ ഓൾറെഡി ഈ ഒരു ഡ്രോണിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഡ്രോൺ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ DJIയുടെ 4K മിനി എന്ന് പറയുന്നൊരു മോഡലാണ്. ഒരു ബേസിക് ഡ്രോണാണ്. അന്ന് ഞാൻ അതിൻ്റെ അൺബോക്സിങ് വീഡിയോയിൽ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അൺബോക്സിങ് വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ എന്തായാലും അതൊന്ന് പോയി കണ്ടു നോക്കാം. അപ്പോൾ കുറച്ചുകൂടെ ഐഡിയ കിട്ടും. അപ്പോൾ ഞാൻ അതിനകത്ത് പറഞ്ഞ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നില്ല. ഇത് ജസ്റ്റ് ഒരു യൂസർ റിവ്യൂ മാത്രമായിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു ഡ്രോണിൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. ഇത് ഒരു ബേസിക് ഡ്രോണാണ്. ഒരു ബിഗിനറിനൊക്കെ പക്ക യൂസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഡ്രോണാണ്. ഇതല്ലാന്നുണ്ടെങ്കിൽ DJIയുടെ നിയോ എന്ന് പറയുന്നൊരു മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് എനിക്ക് തോന്നുന്നു നിയോ 2 എന്ന് പറയുന്ന ഒരു മോഡലും കൂടെ ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു ബിഗിനറിന് പക്കയായിട്ട് ഡ്രോണിൽ വീഡിയോ എടുത്ത് നമുക്ക് ഒന്ന് സെറ്റാവാൻ പറ്റിയ ഒരു മോഡലാണിത്. ഓക്കെ, അപ്പോൾ 249 ഗ്രാമിൽ താഴെ 4K റെക്കോർഡിങ് ക്വാളിറ്റി ഉള്ളൊരു വീഡിയോ ആണ്. 3 ആക്സസ് സ്റ്റെബിലൈസേഷൻ ഗിംബൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ബാറ്ററി കപ്പാസിറ്റി ഓൾമോസ്റ്റ് 31 മിനിറ്റാണ് നമ്മുടെ കമ്പനി പറയണത്. 31 മിനിറ്റ് കിട്ടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ബാറ്ററി നമുക്ക് പെട്ടെന്ന് ഡ്രെയിൻ ആവണപ്പോൾ തോന്നും. കാരണം ഈ ഒരു സാധനം നമ്മൾ ഓൺ ചെയ്ത് പിന്നെ നമ്മളത് ആപ്പ് വഴി കണക്ട് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ബാറ്ററി പടപടയും തീരുമ്പോൾ തോന്നും. അപ്പോൾ ഒരു ബാറ്ററിയും കൂടെ അഡീഷണൽ മേടിച്ചിട്ടുണ്ട് ഞാൻ. എൻ്റെ ഒരു യൂസർ റിവ്യൂ ആട്ടോ പറയണം. അപ്പോൾ വേറെ ഒന്നും വിചാരിക്കരുത്, ഞാൻ ഇങ്ങനെ കഥ പറയും പോലെ പറഞ്ഞു പോവാണ്. അപ്പോൾ ഞാൻ അഡീഷണൽ ആയിട്ടൊരു ബാറ്ററി കൂടെ മേടിച്ചു. ഓൾമോസ്റ്റ് 6000 സംതിങ് ആയിട്ടുണ്ട് അഡീഷണൽ ബാറ്ററിക്ക്. ഈ ഒരു ഡ്രോൺ ഞാൻ മേടിച്ച സമയത്തുള്ള റേറ്റ് 20,000 സംതിങ് ആയിരുന്നു. പ്രോപ്പർ റേറ്റ് ഞാൻ മറന്നുപോയി. ഈ ഒരു ഡ്രോൺ UK പുറത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു 2 ലൈസൻസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ലൈസൻസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ അൺബോക്സിങ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലൈസൻസ് ഇല്ലാതെ പറത്തുന്നവരുണ്ട് കേട്ടോ. എനിക്ക് ഇവിടുത്തെ നിയമങ്ങൾ എത്രത്തോളം ശക്തമാണെന്ന് എനിക്ക് അറിയില്ല ഡ്രോണിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഞാൻ ലൈസൻസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷമാണ് ഈ ഒരു ഡ്രോൺ പറത്തിയത്. ആദ്യം നമുക്ക് ഇവൻ്റെ കുറച്ച് അഡ്വാൻറ്റേജും പിന്നെ ഡിസഡ്വാൻറ്റേജ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാം. എനിക്ക് തോന്നിയ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡ്രോണിൽ നമുക്ക് ഹൊറിസോണ്ടലി മാത്രമാണ് വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ. വെർട്ടിക്കലി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. മീൻസ് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കാണുന്ന സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴുള്ള വീഡിയോസ് കിട്ടത്തില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹൊറിസോണ്ടൽ എടുത്ത വീഡിയോ വെർട്ടിക്കലിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ യൂട്യൂബിലേക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡ്രോൺ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പക്കയാണ്. ഇൻസ്റ്റാഗ്രാം കണ്ടൻറ്റിന് വേണ്ടിയിട്ടുള്ള സമയത്ത് മാക്സിമം നമുക്ക് വെർട്ടിക്കലിയും കൂടി വീഡിയോ എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഡ്രോണാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. കോടയാണ് കേട്ടോ, ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പാണ്. ഞാൻ അതാണ് ഈ സാധനം എടുക്കുന്നത്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, കോടയാണ്. മൈനസിലേക്ക് ഇപ്പോൾ കയറിയിട്ടുണ്ടാവും മിക്കവാറും എനിക്ക് തോന്നുന്നു. ഞാൻ ഇവിടെ വന്ന സമയത്ത് 0 ഡിഗ്രി ആയിരുന്നു. ഓക്കെ, അതേപോലെ ഇനി നമുക്ക് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് ആ ഒരു റേറ്റിൽ പറയാനായിട്ട് അത് മാത്രമേ തോന്നിയുള്ളൂ. ഇനി അഡ്വാൻറ്റേജിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരാൾ യൂട്യൂബിലേക്ക് എത്തിയിട്ട് നമ്മൾ ബേസിക്കായിട്ടൊരു ഡ്രോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെർഫെക്റ്റ് ഡ്രോണാണ്. ആ ഒരു റേറ്റിന് സ്റ്റെബിലൈസേഷനൊക്കെ പക്കയാണ്. 3 ആക്സസ് ഗിംബൽ സ്റ്റെബിലൈസേഷൻ വന്നിട്ടുണ്ട്. നല്ല അടിപൊളി സ്റ്റെബിലൈസേഷനാണ്. അത്യാവശ്യം നല്ല രീതിക്ക് വിൻഡിനെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. എനിക്ക് നല്ല രീതിക്ക് തോന്നി. UK അറിയാമല്ലോ കാലാവസ്ഥ, അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉണ്ട് ചില സമയത്ത്. ആ സമയത്തൊക്കെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് നല്ല രീതിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ ക്യാമറയുടെ ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അതെ, ഒരു സാധനം കാണിച്ചാട്ടെ. വീഡിയോയിൽ നിന്ന് ഞാൻ വ്യതിചലിച്ച് പോകുന്നു. ഈ കിടക്കുന്ന വെള്ള സാധനങ്ങളൊക്കെ, ഇവിടെ കിടക്കുന്ന വെള്ളത്തുള്ളികളൊക്കെ ഐസായി തുടങ്ങണ കേട്ടോ കാണുന്നത്. മൈനസിലേക്ക് പോകുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. അതെ, ഇവിടെ വ്യക്തമായിട്ട് കാണാം. അത് കണ്ടോ, ഐസായി തുടങ്ങി. അങ്ങോട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല കോടയാട്ടോ. എവിടെ ഇത് അങ്ങേരത്ത് നല്ല കോടയാണ്, നല്ല തണുപ്പുണ്ട്. കുറച്ച് നേരം കൂടെ കൈ ഇങ്ങനെ പുറത്തിട്ട് കഴിഞ്ഞാൽ എൻ്റെ കൈ തണുത്ത് മരയിച്ചു പോകും. അപ്പോൾ നമുക്ക് തിരിച്ച് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ക്യാമറയുടെ ക്വാളിറ്റി 4K അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ഇതിനകത്ത് വീഡിയോ എടുക്കാം. ഞാൻ DJI നിയോ നോക്കാണ്ടിരുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. DJI നിയോയിൽ നമുക്ക് എന്താ പറയുക 4K ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല ഞാൻ നോക്കുന്ന സമയത്ത്. ഇപ്പോൾ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു 2 വന്നപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് 4K ക്വാളിറ്റിയിൽ വീഡിയോ എടുക്കാൻ പറ്റുമായിരുന്നു. അതാണ് ഞാനിത് നോക്കാനുള്ള കാരണം. പിന്നെ ഡിസഡ്വാൻറ്റേജ് അല്ല, ഈ ഒരു മോഡലിന് വരാണ്ടിരുന്നു എനിക്ക് തോന്നുന്നു. ആ ഒരു സമയത്ത് ഈ ഒരു മോഡലിന് വന്നിട്ടില്ല. ഇനി വരുമ്പോൾ ചിലപ്പോൾ ഈ ഒരു മോഡലിന് വരുമായിരിക്കും. എന്താ, നമ്മുടെ പാമിൽ നമുക്ക്
വെച്ചിട്ട് ഇത് ഫ്ലൈ ചെയ്യാനോ നമുക്ക് പാമ്പിലേക്ക് ലാൻഡ് ചെയ്യിക്കാനുള്ള ഓപ്ഷൻ ഇതിനകത്തില്ല. അതേപോലെ തന്നെ നമുക്ക് ഫോളോ മോഡ് വിട്ട് ഈ ഒരു ഡ്രോണിൽ വന്നിട്ടില്ല. മീൻസ് ഇപ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റിനെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിൻ്റെ പുറകെ പോകുന്ന ആ ഒരു സെറ്റപ്പും ഇതിനകത്ത് വന്നിട്ടില്ല. പിന്നെ ഞാൻ ഈ ഒരു ക്യാമറ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്നും കാണിച്ചു തന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ നല്ലപോലെ അണയ്ക്കുന്നുണ്ട്, കാരണം അവിടുന്ന് ആ കയറ്റമൊക്കെ കയറിയാണെങ്കിൽ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റേതായ ചെറിയ അണപ്പുണ്ട് കേട്ടോ. ഡ്രോണ് ഫോണിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇതിനകത്ത് കുറച്ച് ക്വിക്കായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ക്വിക്ക് ഓപ്ഷൻസ് അങ്ങനെയെങ്കിൽ അങ്ങനെ പറയാം. അപ്പോൾ ഞാൻ അതൊക്കെ കുറച്ച് കാണിച്ചു തരാം. ഞാൻ ആദ്യം ഇതെങ്ങനെ ഫോണായിട്ട് നമുക്ക് കണക്ട് ചെയ്യാമെന്നുള്ളത് കാണിച്ചു തരാം. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന വിഷയം നമ്മുടെ പുതിയ ക്യാമറ ആയിട്ടുള്ള Insta360 Go 3S എടുക്കുന്നതാണ്. അപ്പോൾ അത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഫസ്റ്റ് ഷൂട്ടാണ് ആ ഒരു ഇത് വെച്ചിട്ട്. അപ്പോൾ ഫോണിലോട്ട് കണക്ട് ചെയ്യണതും ക്വിക്ക് ആക്ഷൻസിൽ എന്തൊക്കെ മോഡാണ് ഇതിനകത്ത് ഉള്ളതെന്നുള്ളതും ഞാൻ കാണിച്ചു തരാം. അതിൽ നല്ല കോട കേട്ടോ ചുറ്റിനോ, ഒരു രക്ഷയില്ല. ഇതൊരു വ്ളോഗായിട്ട് ചെയ്യായിരുന്നു ഈ സ്ഥലം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കുറച്ച് നേരം നമുക്ക് കയ്യിന് ഗ്ലൗ ഇട്ട് സംരക്ഷിക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ മടങ്ങി എന്ന് വരില്ല. എവിടെ പുറമേ നിന്ന് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഈ തണുപ്പത്തെ എല്ലാവരും എൻജോയ് ചെയ്യുകയെന്ന്. അല്ലട്ടോ, ഒരിക്കലും അല്ല. തണുത്ത് മരവിച്ചിരിക്കുക. എനിക്ക് എപ്പോഴും മനസ്സിലാകാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ച് ഇംഗ്ലീഷുകാർ ഇതിൽ കൂടെ നിക്കറൊക്കെ ഇട്ടുകൊണ്ട് പോകണതാണ്. എന്ത് കാണിക്കാനാണോ ഈ തണുപ്പത്ത്? വിറച്ചിട്ടൊരു രക്ഷയില്ല. എൻജോയ് ചെയ്യുന്നവരും കാണുമായിരിക്കും. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻ്റർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 8-8:30 9 മണി ആവാതെ നേരം വെളുക്കത്തും ഇല്ല. ഒരു 3-3:30 ആകുമ്പോൾ നേരെ ഇട്ടുകയും ചെയ്യും. ഡിപ്രഷൻ എന്ന് വെച്ചാൽ അന്യായ ഡിപ്രഷനാണ്. ഉച്ചയ്ക്ക് വരെ ഇതാണ് അന്തരീക്ഷം അവിടെ. ഈ അന്തരീക്ഷം പിന്നെ രസമുണ്ടെന്ന് തോന്നുന്നു. മഞ്ഞൊക്കെ മുടി കിടക്കണതാണ്, നല്ല ഭംഗിയുണ്ട്. പക്ഷേ ചില സമയത്ത് അന്തരീക്ഷം ഇതുമല്ല, വൻ ശോക അന്തരീക്ഷമാണ്. ഡിപ്രഷൻ എന്ന് വെച്ചാൽ വൻ ഡിപ്രഷൻ. വീട്ടിൽ കയറി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അങ്ങോട്ട് ഇരിക്കും. ഞാൻ എങ്ങോട്ടോ കഥയും പറഞ്ഞു പോണേ. വാ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഡ്രോണിൻ്റെ റിമോട്ട് വരുന്നത്. ഈ ഒരു റിമോട്ട് നമുക്ക് ഫോണായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്ന വിഷ്വൽസ് Go 3S ഓക്കെ. അതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ DJയുടെ ഫ്ലൈ എന്ന് പറയുന്ന ഒരു ആപ്പാണ്. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് ഈ ഒരു ആപ്പ് നമ്മുടെ ഫോണായിട്ട് കണക്ട് ചെയ്തേക്കാണ്. അല്ല, നമ്മുടെ റിമോട്ട് ഫോണായിട്ട് കണക്ട് ചെയ്തേക്കാണ്. ഇനി നമുക്ക് ഈ ആപ്പ് ത്രൂ നമുക്ക് നമ്മുടെ ഡ്രോണായിട്ട് കണക്ട് ചെയ്യാം. ആദ്യം നമ്മൾ ഡ്രോൺ ഓപ്പൺ ചെയ്യുക. അയ്യോ, അതിന് മുന്നേ ക്യാപ്പ് എടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അവിടെ കേട്ടോ. ഇതാണ് നമ്മൾ ഓണാക്കാനുള്ള സ്വിച്ച്. ഡ്രോൺ നമ്മുടെ ഓണായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റിമോട്ട് ഓൺ ചെയ്യാം. സ്വിച്ചസൊക്കെ ഞാൻ ഓൾറെഡി നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഈ 2 നമ്മുടെ ജോയ്സ്റ്റിക്ക് നമ്മുടെ ഡ്രോണിനെ കൺട്രോൾ ചെയ്യാനുള്ളതാണ്. ഇത് നമുക്ക് ബാക്ക് ടു ഹോമാണ്. നമ്മളിപ്പോൾ ഇവിടെ വെച്ച് നമ്മളിത് ഓണാക്കുമ്പോൾ നമ്മുടെ ഹോം പോയിൻ്റ് അപ്ഡേറ്റ് ആവും. ഹോം പോയിൻ്റ് അപ്ഡേറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഡ്രോൺ ഇപ്പോൾ ദൂരത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ സ്വിച്ച് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോം പോയിൻറ്റിലേക്ക് തനിയെ തിരിച്ചു വരും. ഇത് നമ്മുടെ സ്പീഡ് കൺട്രോൾ ചെയ്യാനാണ്. സിനി, നോർമൽ, സ്പോട്ടിലിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പീഡിലായിരിക്കും ഡ്രോൺ പോകുന്നത്. ഓണാക്കാനുള്ള സ്വിച്ച്, ക്യാമറ റൊട്ടേറ്റ് ചെയ്യാനുള്ള സ്വിച്ച്, പിന്നെ ബാക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ക്യാമറയുടെ ആംഗിൾ ചെയ്യാനുള്ളതും റെക്കോർഡ് ഓണാക്കാനുള്ളതും റെക്കോർഡിങ് ഓണാക്കാനുള്ള സ്വിച്ചും, അങ്ങനെയുള്ള സ്വിച്ചസുകളാണ് ബേസിക്കലി വന്നിട്ടുള്ള സ്വിച്ചുകളാണ്. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. ഓൾമോസ്റ്റ് സ്വിച്ചുകളെക്കുറിച്ചൊക്കെ ഞാൻ നമ്മുടെ അൺബോക്സിങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രോണായിട്ട് നമ്മുടെ ആപ്പ് കണക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് Go to ഫ്ലൈയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ക്യാമറ വിഷ്വൽസാണ്. ഇനിയിപ്പോൾ നമുക്കിത് ഫ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിൽ ഫ്ലൈ എന്ന് പറഞ്ഞ ഒരു ചിഹ്നമുണ്ട്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ ടേക്ക് ഓഫ് പെർമിറ്റ് എടുത്ത് ഇവിടെ എഴുതിയിട്ടുണ്ട്. മീൻസ് ഇവിടെ നമുക്ക് കൺട്രോൾഡ് ഏരിയകളുണ്ട്, ഒത്തിരി കൺട്രോൾഡ് ഏരിയകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഫ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ലീഗലല്ല. അവരെന്തെങ്കിലും കാരണവശാൽ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈനോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും വരാനുള്ളൊരു സാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ലേഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനകത്ത് ഹോമുണ്ട്, മോഡുകൾ ഇനി കാണിക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ മിനിറ്റ്. ഓക്കെ, ഗ്ലവ് ഒത്തിരി നേരം ഉപയോഗിക്കാൻ പറ്റില്ല, എന്നാലും ഓക്കെ. ഇപ്പോൾ നമുക്കിവിടെ മോഡ് കിടക്കുന്നത്, ഇപ്പോൾ ഏത് മോഡാണ് കിടക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സ്പോർട്സ് മോഡിലാണ് ഇട്ടേക്കണേ. ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ട്, അതിൻ്റെ സാറ്റലൈറ്റിൻ്റെ കാര്യങ്ങൾ, നാവിഗേഷൻസൊക്കെ, സേഫ്റ്റി കൺട്രോൾ, ക്യാമറ, അതിൻ്റെ ക്യാമറ നമ്മളിപ്പോൾ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യണത്, 60 FPS ഓട്ടോയാണ് ഇട്ടേക്കണത്. നമ്മുടെ
ഫ്രെയിം റേറ്റ്, വൈറ്റ് ബാലൻസ്, സ്റ്റോറേജ് സ്പേസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വീഡിയോ ആണ് എടുക്കുന്നത്, ഫോട്ടോ എടുക്കാം, അതാണെന്നുണ്ടെങ്കിൽ ക്വിക്ക് ഷോട്ട്സ് എടുക്കാം. അപ്പോൾ തൽക്കാലം നമുക്ക് ക്വിക്ക് ഷോട്ട്സിലേക്ക് ഇടാം കേട്ടോ. ഓക്കെ, ക്വിക്ക് ഷോട്ട്സിലേക്ക് ഇപ്പോൾ ഇടാൻ പറ്റില്ല. ഡ്രോൺ ഫ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ക്വിക്ക് ഷോട്ടിലേക്ക് ഇടാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് റെക്കോർഡ് ചെയ്യാനുള്ള ബട്ടണാണ്. പിന്നെ നമുക്കിത് നമ്മുടെ റെക്കോർഡ് ചെയ്തതിൻ്റെ ആൽബംസും കാര്യങ്ങളൊക്കെ കാണാനുള്ള സ്വിച്ച്, പിന്നെ അത് സ്റ്റോറേജ് റെസൊല്യൂഷൻ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഏതായാലും ഞാൻ ഫ്ലൈ ചെയ്ത് കാണിക്കാം, അതാണ് മെയിനായിട്ട് വേണ്ടതല്ലോ. അവിടെ ഞെക്കി പിടിക്കുക, ടേക്ക് ഓഫ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡ്രോൺ ഇപ്പോൾ നമ്മൾ ഫ്ലൈ ഇതും ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു പൊസിഷനിൽ നമ്മൾ നിൽക്കും. നമ്മുടെ കൈ അടുത്തേക്ക് വരുന്ന സമയത്ത് സാധാരണ നീങ്ങി പോകണ്ട കേട്ടോ, ഇതെന്ത് പറ്റി. അപ്പം ഇതാണ് നമ്മുടെ ഒരു ഫ്ലൈ ചെയ്യുമ്പോൾ ഞാൻ റെക്കോർഡിങ് ഞെക്കിയിട്ടില്ല, ടേക്ക് ഓഫ് ചെയ്ത് ഇങ്ങനെ നിർത്തിയേക്കാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ വിൻഡും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ക്വിക്ക് ഷോട്ട്സ് നമുക്ക് എടുക്കാം. ഇപ്പോൾ ഞാൻ ക്വിക്ക് ഷോട്ട്സ് എടുത്തേക്കാണ്. അതിനകത്ത് പല ഓപ്ഷൻസ് ഉണ്ട്, ഡ്രോണി, റോക്കറ്റ്, സർക്കിള്, പിന്നെ ഹിലിക്സ്, ബൂമറാങ്ക്, അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഡ്രോണിയാണ് ഇപ്പോൾ നമുക്ക് ഒരു ക്വിക്ക് ഷോട്ട് ഞാൻ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഒരു ക്വിക്ക് ഷോട്ട് ഞാൻ സെലക്ട് ചെയ്തേക്കാണ്. അതിനകത്ത് ഇപ്പോൾ ഒരു സബ്ജക്റ്റിന് സെലക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഇതിൻ്റെ ഒരു എന്താ പറയുക ഡിസഡ്വാൻറ്റേജ് ആണ്. ഇത് ഒബ്സ്ട്രിക്കിൾസിനെ ഡിറ്റക്റ്റ് ചെയ്യില്ല. നമ്മുടെ ഡ്രോൺ തനിയെ പോയി തനിയെ തിരിച്ചു വരും. നിങ്ങൾക്ക് കാണാൻ പാടുണ്ടോയെന്ന് അറിയില്ല, ഏതായാലും കുറച്ച് ദൂരം പോയിട്ടുണ്ട്. അത് തനിയെ തിരിച്ച് വരികയും ചെയ്യും. അതാണ് നമ്മുടെ ക്വിക്ക് ഷോട്ടും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്വിക്ക് ഷോട്ട് എടുക്കുന്ന സമയത്ത് ഈ ഒരു ഷോട്ടിൽ അങ്ങോട്ട് പോകുന്നത് മാത്രമേ റെക്കോർഡാവുള്ളൂ, തിരിച്ച് വരുന്നത് റെക്കോർഡാകത്തില്ല കേട്ടോ. ഈ ഒരു വിഷ്വൽ ഞാൻ അതിനകത്ത് ആഡ് ചെയ്തേക്കാം, എന്താണ് ഇതിൽ നിന്നും കിട്ടിയത് ഔട്ട്പുട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇത് ഇവിടെ മൊത്തം കോഡ് ഇറങ്ങി കേട്ടോ, കംപ്ലീറ്റ് കോഡ് ഇറങ്ങി. നമ്മുടെ ക്യാമറ തിരിച്ച് പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ക്വിക്ക് ഷോട്ടും കൂടെ നമുക്ക് ട്രൈ അടിക്കാം. ബൂമറാങ്ക്. സാധാരണ ഇത്ര താന്ന് വരാറില്ല കേട്ടോ, സാധാരണ ഇത്ര താഴാറില്ല. ഇത് എന്ത് പറ്റിയാവോ, മറ്റേ കോട പോലൊരു മഴ പോലെ ചാറുന്നുണ്ട് കേട്ടോ. പ്രഭു, ഒന്ന് ഓക്കെ, ഇതിൽ പോകണം. ഞാൻ കരുതി താഴെ പോയി തട്ടുന്നത്. ഒബ്സ്ട്രക്കിളിനെ ഡിക്റ്റേറ്റ് ചെയ്ത് മാറാനുള്ള കഴിവ് അതിന് കൊടുത്തിട്ടില്ല, അതുകൊണ്ടിട്ട് അത് പ്രതീക്ഷിക്കരുത് ആരും. നോക്കിയും കണ്ണും ഫ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ എവിടെയും പോയി തട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ തുടങ്ങിയെടുത്ത് തന്നെ വന്ന് നിന്നട്ടോ, നല്ല അനുസരണയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ക്വിക്ക് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു നോർമൽ ഷോട്ടും കൂടെ എടുത്തേക്കാം. ഇനിയിപ്പോൾ അതും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യും. ഇപ്പോൾ നോർമൽ വീഡിയോയിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ക്യാമറയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പോൾ എങ്ങോട്ടേക്കൊന്നും ഇവിടെ നമുക്ക് അങ്ങോട്ടേക്ക് ഇടാം. ഓക്കെ, ഇത് കൺട്രോൾ ചെയ്ത് പഠിക്കാൻ കുറച്ച് സമയം എടുക്കുമായിരിക്കും. ഞാനിപ്പോഴും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അനുമാനം. അതേപോലെ അത്യാവശ്യം ലെങ്ത്തിൽ ഇത് പോകും കേട്ടോ, അത്യാവശ്യം ഹൈറ്റിലേക്കും പോവും, അത്യാവശ്യം ദൂരത്തേക്കും പോവും. അപ്പോൾ എത്രത്തോളം ആണെന്നുള്ളതൊന്നും ഞാനിതൊരു അളന്ന് നോക്കിയിട്ടില്ല, കാരണം നമുക്കൊരു ചെറിയ പേടി ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് അത് നോക്കിയിട്ടില്ല. പിന്നെ നമുക്ക് പറത്താൻ പറ്റാത്തൊരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മുടെ ഡ്രോൺ ഒത്തിരി പൊങ്ങത്തില്ല, ഫ്ലൈ ചെയ്യില്ല. അതിന് മുന്നേ നമുക്ക് ഇൻസ്ട്രക്ഷൻ തരുന്നു, ഇതിൽ കൂടുതൽ നമുക്കിത് പൊങ്ങത്തില്ല, അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ നമുക്ക് ഹൈറ്റിലിട്ട് ഉയർത്താൻ പാടില്ല എന്നുള്ളത്. അതേപോലെ പിന്നെയുള്ള പോരായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സാധനം എവിടെ ലാൻഡ് ചെയ്യാനായിട്ടും അതേപോലെ താഴ്ത്താനായിട്ടും പൊക്കാനായിട്ടൊക്കെ നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള പരന്നൊരു ഏരിയ വേണം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇച്ചിരി പാടാണ്. പിന്നെ ഇത് വാട്ടർ പ്രൂഫ് അല്ല എന്നാണ് ഒരു അനുമാനം. അതുകൊണ്ടിട്ട് ഇപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ വെള്ളം ചാടിയൊക്കെ ഉണ്ട്, നമുക്ക് എവിടെയെങ്കിലും നിർത്താം. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ കോട ഉള്ളത് കാരണം ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ വെള്ളം
ഈർപ്പനടിക്കുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് മെയിനായിട്ട് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ എനിക്കൊരു അക്കടി പറ്റി. ഞാനൊരു മറ്റേ സ്കോട്ട്ലൻഡിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലം കാണാൻ പോയി, ഗ്ലെൻഫിഡൻ വേഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹാരി പോട്ടറിൻ്റെ ട്രെയിൻ പോണ ഒരു ബ്രിഡ്ജ്. അപ്പോൾ ആ ഒരു സമയത്ത് എന്താ പറയുക, ആ ഒരു ബ്രിഡ്ജിൽ കൂടെ 2 തവണയാണ് ആ ഒരു ട്രെയിൻ പാസ് ചെയ്യുക, രാവിലെയും വൈകിട്ടും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വെളുപ്പാങ്കാലത്ത് എണിച്ച് രാവിലത്തെ ആ ഒരു സീനറി കാണാൻ വേണ്ടി ചെന്നു. നമ്മൾ ഇവനെ ഷൂട്ട് ചെയ്യാനെടുത്ത് ഇവൻ നമുക്കൊരു പണി തന്നു. പെട്ടെന്ന് എന്തോ ഒരു ക്ലൈമറ്റിലുണ്ടായ ചേഞ്ച് കാരണം നമ്മുടെ ഈ ക്യാമറയുടെ ഈ ലെൻസിൽ ഗ്ലെയർ കയറിയിട്ട്, ഗ്ലെയറല്ല എന്താ പറയുക, ഒരു മിസ്റ്റ് പോലെ പിടിച്ചിട്ട് ആ കറക്റ്റ് സമയത്ത് ഇപ്പം മഞ്ഞ് പിടിച്ചിട്ട് ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആയിപ്പോയി. അതുകൊണ്ട് ആ വിഷ്വൽ നമുക്ക് കിട്ടിയില്ല. അതിൻ്റെ യൂട്യൂബ് ചാനലിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴും കിടപ്പുണ്ട്. ഞാൻ ആ ഒരു സ്ഥലത്ത് പോയതിൻ്റെ ഒരു യൂട്യൂബ് വീഡിയോ അതിനകത്ത് നോക്കി കാണാം. ആ ഒരു വിഷ്വൽ നമുക്ക് കിട്ടിയില്ല. അത് വളരെ സങ്കടപ്പെടുന്ന ഒരു കാരണം. ഞാൻ കരുതി ഇപ്പോഴും ക്ലൈമറ്റ് മാറിയപ്പോൾ അതിനകത്ത് പിടിക്കുമെന്ന് കരുതി, പക്ഷേ ഇപ്പോൾ പിടിച്ചില്ല. പിന്നെ ഇതൊരു പക്ക പ്രൊഫഷണൽ എന്താ പറയുക റിവ്യൂയോ അല്ലെങ്കിൽ ഒരു പെയ്ഡ് റിവ്യൂയോ കൊളാബോ അങ്ങനെ ഒന്നുമല്ല. എൻ്റെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്ന് പറഞ്ഞത് കൊണ്ടിട്ട് ചിലപ്പോൾ അത്രയ്ക്ക് ക്ലിയറായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. അതാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകത്തുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, എനിക്കറിയാവുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇത്രയും നേരം കോട കണ്ട സ്ഥലമാണ് കേട്ടോ. കണ്ടാൽ പറയുമോ? ഇതാണ് ഓന്ത് നിറം മാറുന്നേക്കാൾ സ്പീഡിലാണ് UK ക്ലൈമറ്റ് മാറുന്നത്. ബിഗിനർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ പക്കയായിട്ടുള്ള ഡ്രോൺ. എനിക്കിപ്പോഴും അതേ പറയാനുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.